അപ്പൻ എന്ന ഒരു സിനിമ ഒരു വൺ ഓഫ് ദ ഫൈനസ്റ്റ് ക്രാഫ്റ്റ് ഇൻ മലയാളം ഇൻഡസ്ട്രി ചെയ്ത മജു എന്ന സംവിധായകൻ്റെ അടുത്ത വലിയ ഒരു സ്വപ്നമായ പെരുമാനി എന്നുള്ള സിനിമയിലാണ് ചേട്ടൻ അഭിനയ. ഈ സിനിമ കാണാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കാൻ എന്താണ് വിനയ് ഫോർട്ട് എന്ന മനുഷ്യന് പറയാനുള്ളത്? അങ്ങനെ ഇത് ആബ്സല്യൂട്ട്ലി ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആണ്. പിന്നെ ഒരുപാട് നാളുകളായിട്ട് നമ്മൾ നമ്മുടെ മലയാള സിനിമയിൽ മിസ് ചെയ്യുന്ന ഒരു ജോണറാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ റിവ്യൂ ചെയ്തിരിക്കുന്ന സിനിമയ്ക്ക് പൊന്മുട്ടയുടെ പെരുവണ്ണാപുരം അതുപോലെയുള്ള സിനിമയുടെ ആ മിസ് ചെയ്യുന്ന സിനിമകൾക്ക് ആ ഒരു സോണിലേക്ക് നമ്മളൊരു എന്റർടൈനർ ആയിട്ട് വരികയാണ്. ഇന്നലെ പ്രിവ്യൂ കണ്ട എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ എന്റർടൈനിങ് ആയ ഒരു സിനിമ എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ആ തരത്തിൽ പ്രേക്ഷകനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കും ധൈര്യമായിട്ട്. 100%. നമ്മളെപ്പോഴും ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഗുഡ് വിൽ ഉണ്ടല്ലോ. നമ്മൾ ഒരാളെ പറ്റിക്കുന്നതിൽ കൂട്ടു നിൽക്കില്ല. അപ്പോൾ എനി ടൈം ഒരു ഡീസൻറ്റ് സിനിമ മാത്രമേ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ 100% സിനിമ ധൈര്യമായിട്ട് കൊണ്ട് തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. മറ്റ് പല നടന്മാർക്കും ഇടയിൽ വിനയ് ഫോർട്ട് എന്ന മനുഷ്യൻ വളരെ സിൻസിയറായ ഒരു മനുഷ്യനാണ്. ഇപ്പോൾ ഒരു സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല, അതിന് വിവാദം ഉണ്ടാകുന്ന കരുത്. അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് പ്രൊമോഷന് കാര്യമായി പിന്തുണ ലഭിച്ചില്ലെങ്കിൽ പോലും ലഭിക്കാഞ്ഞിട്ട് പോലും വിനയ് ഫോർട്ട് എന്ന മനുഷ്യൻ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ സമയവും സമ്പത്തും ചെലവഴിച്ചിട്ട് പ്രൊമോഷൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പം അത്തരത്തിലൊരു സിൻസിയാരിറ്റി മറ്റൊരു സിൻസിയറായ സംവിധായകനുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഭയങ്കര ഇത് പറയുന്ന ഓരോ സിനിമകളും ഓരോ തരത്തിൽ നമ്മളോട് വളരെ അടുത്ത് നിൽക്കുന്നതാണ്. പെരുമാനിയുടെ പ്രത്യേകത എന്ന് പറയാൻ വേണ്ടിയിട്ട് ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിട്ട് അസോസിയേറ്റ് ചെയ്തു എന്നുള്ള തരത്തിലാണ്. ഇപ്പോൾ സിനിമ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ പെർഫോമൻസ് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു നല്ല സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു അസോസിയേഷനാണ്. എപ്പോഴും അടുത്ത സുഹൃത്തായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഒരു സൗഹൃദത്തിൽ ഒരു സിനിമ ചെയ്യാൻ സാധിച്ചു എന്നുള്ള സാറ്റിസ്ഫാക്ഷനിലാണ്. അപ്പോൾ ഭയങ്കര സ്വാതന്ത്ര്യം ഉണ്ടാവും അതിൻ്റെ ഇടയിൽ. നമുക്ക് ഈ പറയുന്ന പോലെ ഒരു സുഹൃത്ത് ഡയറക്ടർ ആകുമ്പോൾ അദ്ദേഹം നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്നോ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ നന്നാകുമെന്നോ, അങ്ങനെ പുള്ളി എന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. ചിലപ്പോൾ പുള്ളി പറയും മഹാബോറാണെന്ന് പറയും, നമ്മൾ റീടേക്കിന് പോകും. അപ്പൊ അങ്ങനെ ഭയങ്കര കൊളാബറേറ്റീവ് വർക്ക് ആയിരുന്നു. ഒരു സൗഹൃദമുള്ളതിന്റെ എല്ലാ പ്രിവിലേജും ആ സിനിമയിൽ ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേരുടെ സ്വപ്നമാണ്, എൻ്റെയും ഒരുപാട് സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്ന സിനിമയാണ്. സിനിമ വലിയ വിജയമാട്ടെ എന്ന് ആശംസിക്കുന്നു, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നാളെ ഉറപ്പായിട്ടും തിയേറ്ററിൽ ആ പടം കാണാൻ ഞാനും ഉണ്ടാവും.